വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും വലിയ നമസ്കാരം. കാവ്യ ഗുരുക്കന്മാരുണ്ട്, ഏറെ പ്രിയപ്പെട്ടവരുണ്ട്, ഏറെ ആദരിക്കപ്പെടുന്നവരുണ്ട്. വേദിയിലും സദസ്സിലും ഒക്കെ എല്ലാവർക്കും വലിയ നമസ്കാരം. മുല്ലനേഴി മാഷിൻ്റെ കുടുംബമുണ്ട്. ഞാൻ രാപ്പാൾ സുകുമാരമേനോൻ്റെ ഈ പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ സുമേഷ് കൃഷ്ണൻ്റെ കവിത കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നത് വേറെ ഒന്നുമല്ല, ഈ മുല്ലനേഴി എന്ന വാക്ക് തന്നെ എത്ര സംഗീതാത്മകമാണ് എന്ന് ചിന്തിക്കുകയായിരുന്നു. ഇവിടെ ചന്ദ്രേട്ടനുണ്ട്, പാട്ട് എഴുതുന്നവരും കവികളും ഒക്കെ ഉണ്ട്. അപ്പോൾ വാക്ക് മ്യൂസിക്കലാകുമ്പോൾ മുല്ലനേഴി എന്ന പദം തന്നെ എത്ര മ്യൂസിക്കലാണ് എന്ന് ചിന്തിക്കുകയായിരുന്നു. പിന്നെ അത് എഴുതുന്ന ആ മുല്ലനേഴി എന്ന കവിയുടെ പറയാനില്ല, പേരുകൊണ്ട് തന്നെ അദ്ദേഹം സംഗീതമയമാക്കുന്നുണ്ട് നമ്മളെ എന്നാണ് എനിക്ക് തോന്നിയത് ഇത് കേൾക്കുമ്പോൾ. ഇവിടെ വൈഗയും ജോയന്നയും ശിവാനിയും അലോനയും നൈനയും ഹെവേനയും ആർദ്രയും കൊളുത്തിയ, അതായത് രാമകൃഷ്ണൻ മാഷ്ടയും മധുസൂദനൻ നായർ സാറിൻ്റെയും രാവുണ്ണിയേട്ടൻ്റെയും അശോകേട്ടൻ്റെയും ഇവരുടെയൊക്കെ ചന്ദ്രേട്ടൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ അവർ കൊളുത്തിയ ഒരു കവിതയുടെ തിരി, കെടാത്ത തിരിയുണ്ട്. അതിലും വലിയൊരു അനുസ്മരണം മുല്ലനേഴി മാഷെ പോലുള്ള ഒരു കവിക്ക് ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇവിടെ സത്യം പറഞ്ഞാൽ വല്ലാത്ത പരിഭ്രമം ഉണ്ട്. എന്തെങ്കിലും പറയാനോ ഒക്കെ ആയിട്ട് ഈ ഒരു സമയത്ത്, കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, മുല്ലനേഴി എന്ന കവിക്ക് ഒരുപക്ഷെ അത്രമേൽ കനം വാക്ക് കിട്ടാതെ ഒന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്, ക്ഷമിക്കണം. ഇങ്ങനത്തെ ഒരു മൊമെൻറ്റിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് തീരെ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പക്ഷെ അതിലൊക്കെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാണ് വന്നത്. ഒന്നും പറയാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് പരിഭ്രമം കൊണ്ടാണ്. ഈ പരിഭ്രമം മറ്റൊന്നും കൊണ്ടല്ല. മരണഭയം തീണ്ടാതെയും അവനവനെ കണ്ടെത്തിയും ഒരു വാക്കും പതറാതെയും ഒരിയാടുന്നിവനല്ലോ മർത്യരിൽ മർത്യൻ എന്നെഴുതിയ, നറാണത്ത് പ്രാന്തനിൽ അങ്ങനെ എഴുതിയ ആ വലിയ കവിക്ക്, മുല്ലനേഴി എന്ന വലിയ കവിക്ക്, ആ കവിയിൽ കടൽ പോലെയുള്ള സ്നേഹമുണ്ട്, അലിവുണ്ട്, ധീരതയുണ്ട്, സ്ഥിരതയുണ്ട്, എല്ലാവരോടുമുള്ള മമതയുണ്ട്, ഒരു നിലപാടുണ്ട്. ഇതിൻ്റെയൊക്കെ വലിയ കനമുണ്ട് ആ വരികളിൽ. അത് വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം പാട്ടുകളോ കവിതകളോ എഴുതുന്നതെങ്കിലും ഇപ്പോൾ വിദ്യാധരൻ മാഷ്കൊക്കെ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള നാട്ടുഭാഷാ ഗാനങ്ങളിലൊക്കെ വളരെ ലളിതമാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കനവും ചൂടുമുണ്ട്. ആ കനവും ചൂടും തരുന്നത് ഈ മാനവികതയുടെ കനവും ചൂടുമാണ്, അലിവിൻ്റെ അൻപിൻ്റെ കനവും ചൂടുമാണ്, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ നിലപാടിൻ്റെ നേരിൻ്റെ തുറവിയുടെ കനവും ചൂടുമാണ്. ആ കനം മുല്ലനേഴി എന്ന വാക്കിനുണ്ട്, ഈ പുരസ്കാരത്തിനുണ്ട്. അതുകൊണ്ട് വിറയ്ക്കുന്ന കൈകളോടെയും പിടയ്ക്കുന്ന ഹൃദയത്തോടെ തന്നെയാണ് ഇത് ഏറ്റുവാങ്ങുന്നത്. ഓരോ നിമിഷം ഏറ്റുവാങ്ങുമ്പോഴും ഇതിനെനിക്ക് അർഹതയുണ്ടോ എന്നുള്ള തോന്നൽ തീർച്ചയായിട്ടുമുണ്ട്. ഇവിടെ തന്ന എല്ലാ സ്നേഹാശിസ്സുകളും ശിരസ ഏറ്റുവാങ്ങുന്നു. മുല്ലമാഷെ വളരെ ഇപ്പോൾ 2003 തൊട്ട് ഇവിടെയുള്ള ഓരോ പ്രോഗ്രാമുകളിലും അവിടെ തലക്കൽ എവിടെയെങ്കിലും വന്നിരുന്ന് കാണാറുണ്ട്. പക്ഷേ പരിചയപ്പെടാനുള്ളൊരു ധൈര്യം ഉണ്ടായിട്ടില്ല. അത് മുല്ലമാഷെ എന്നല്ല, ആര് പരിചയപ്പെടുമ്പോൾ എന്ത് പരിചയം എന്നറിയില്ല. ആദ്യമായിട്ടൊരു കവിത ഭാഷാഭൂഷണിയിൽ അച്ചടിച്ചു വരുന്നത് 2003 അന്നും എൻ്റെ കവിത നല്ലതല്ല എന്നുള്ളൊരു തോന്നൽ അന്നല്ല ഇന്നും ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതുകൊണ്ട് ചെന്ന് പരിചയപ്പെടാനുള്ളൊരു സഭാകമ്പമുണ്ട്. പക്ഷെ അടുത്ത് പല തവണ
വൈലോപ്പിള്ളിയുടെ ഭാഷ കടമെടുത്താൽ ഒരു ജാലകപ്പഴുതിലൂടെ മാത്രമാണ് അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത്. ഇവരെയൊക്കെ ഇപ്പം രാമകൃഷ്ണൻ മാഷോടും ഞാനതാ പറഞ്ഞു, അദ്ദേഹത്തിനെ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളൂ, നേരിട്ട് ചെന്ന് പരിചയപ്പെടാനുള്ളൊരു സഭാകമ്പം ഇപ്പോഴും ഉണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ കണ്ട മുല്ലനേഴിയെ വളരെ യാദൃശ്ചികമായിട്ട് അടുത്ത് കാണുന്ന 2009 ഒരു ജോലി കിട്ടിയിട്ട് വളരെ ഇഷ്ടപ്പെട്ട ജേർണലിസം കഴിഞ്ഞിരുന്നു. അങ്ങനെ കഴിഞ്ഞിട്ട് വളരെ ആഗ്രഹിച്ച ഒരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരത്താണ്. അപ്പോൾ നമ്മൾ ഈ ബസ്സിലാണ് പോകുന്നത്. ഈ പാലക്കാട് നിന്നൊക്കെ വരുന്ന ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകളുണ്ടല്ലോ. അപ്പോൾ KSRTC സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവിടെയാണ് ഈ ബസ് സ്റ്റേഷൻ. അവിടെ നമ്മൾ 11 മണിക്ക് ബസ് വരും എന്ന് പറഞ്ഞ് ബസ് വരുന്നത് 1 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ കാത്തിരിക്കുന്ന സമയത്ത് ഒരാൾ ഈ മങ്കി ക്യാപ്പൊക്കെ വെച്ച് കണ്ണട വെച്ചിട്ട് ഒരു ബാഗുമായിട്ട് കയറി വന്നു. മുല്ലനേഴി മാഷാണ്. മാഷ് കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ മാഷ് ആരെയോ കയറ്റി അയക്കാൻ വേണ്ടിയിട്ട്, ബസ് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മാഷ് പുറത്തേക്ക് കടന്നു. ബസ് വരുന്നത് കാണാനില്ല. അപ്പം ഞാനും പുറത്ത് കടന്ന് നിൽക്കുക, ബസ് നോക്കിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മാഷ് ചോദിച്ചു, എന്താ പേര് എന്ന് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞു, ഹരി. അപ്പോൾ എങ്ങടാ പോണേ എന്ന് ചോദിച്ചു. തിരുവനന്തപുരത്തേക്കാണ്. അപ്പം എന്താ കാര്യം? അപ്പം ഞാൻ ഈ കവിത എഴുതുന്ന കാര്യമൊന്നും അപ്പോഴും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഒരു ജോലിക്ക് പോവുകയാണ്. മാഷ് പറഞ്ഞു താൻ പോണ ജോലി എന്താണെന്നറിയില്ല, എന്തായാലും അത് നന്നായിട്ട് നടക്കട്ടെ, കിട്ടട്ടെ എന്ന് പറഞ്ഞ് അപ്പോഴേക്കും ബസ് വന്നു. കയറി, ഞാൻ ബസ്സിൽ കയറി പോരുകയും ചെയ്തു. അദ്ദേഹം ആരെയോ കയറ്റി അയച്ച് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ആശംസ കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പോയ ജോലി എന്താണെന്ന് വെച്ചാൽ വളരെ ആഗ്രഹിച്ചു പോയൊരു ജോലിയായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് ദൂരദർശനിൽ ഞാൻ കുറച്ച് ശബ്ദം കൊടുത്തിരുന്നു, അവിടെ തൃശ്ശൂർ ദൂരദർശനിൽ. അപ്പം അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ദൂരദർശനിൽ ന്യൂസ് റീഡറായിട്ടൊരു ജോലിക്കാണ് പോയത്. അവിടെ ചെന്ന് ആദ്യത്തെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു. രണ്ടാമത്തെ ടെസ്റ്റിനെത്തുമ്പോൾ ഈ പ്രോംപ്റ്റർ വെച്ചിട്ട് ഈ നോബ് തിരിച്ചിട്ട് വായിക്കണം. അപ്പോൾ ഞാൻ നോബ് തിരിക്കുമ്പോൾ മുഖ്യമന്ത്രി എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ നോബ് കൂടുതൽ തിരിച്ചിട്ട് അടുത്ത വാചകം ഒരു 5 വാചകം കഴിഞ്ഞിട്ടുള്ള വാചകവും വരിക. അങ്ങനെ ഇതൊരു 2-3 പ്രാവശ്യം ഈ നോബ് തിരിക്കൽ ശരിയല്ലാതെ ഞാൻ പരാജയപ്പെട്ട് അവിടുന്ന് പുറത്തേക്ക് പോകുന്ന, ജോലി കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയപ്പോൾ ഈ മാഷ് ഇത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അത് വലിയൊരു കവിയുടെ വാക്കൊക്കെ പോയല്ലോ, എനിക്ക് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ അന്ന് ഒരു പാട്ടിൻ്റെ വർക്ക്, അവരൊക്കെ ഇവിടെ, അതിൽ ചിലരിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കമ്പോസിഷൻ വർക്ക് നടക്കുന്നുണ്ട്, ഓർക്കസ്ട്രേഷൻ. അപ്പോൾ അതിൽ ഞാൻ പകരക്കാരനായിട്ട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ എന്തായാലും നിൽക്കില്ല, എന്നാൽ അവിടെ ഒന്ന് പോയി നിൽക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നു. അതിൻ്റെ റെക്കോർഡിങ് പരിപാടികളൊക്കെ കണ്ട് നിരാശയോടെ തിരിച്ചു പോന്നു. ഞാൻ ഈ കവി പലതും കാണുന്ന ഒരു ഋഷിയാണെന്ന് പറയുമല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് മുല്ലൻ മാഷ അന്ന് എന്നോട് പറഞ്ഞത് ജോലിയൊക്കെ നന്നായി നടക്കട്ടെ എന്ന് എനിക്ക് അപ്പോഴും മനസ്സിലാവാതിരുന്ന ആ പാട്ടെഴുത്താണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പാട്ടെഴുത്ത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാട്ടായി, രണ്ടാമത്തെ ആൽബത്തിൽ എഴുതി, അങ്ങനെ സിനിമയിൽ എഴുതി. ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ജോലിയായിരുന്നു അത്. അതെങ്ങനെയോ വന്ന് എഴുതി. ഇന്നിവിടെ മുല്ലമാഷ പേരിലുള്ള ഒരു പുരസ്കാരം വാങ്ങാനുള്ള നിയോഗമായിട്ട് നിൽക്കുമ്പോൾ ആ തുടക്കത്തിൽ ആ വാക്ക് ഓർക്കുകയാണ്, ആ നിയോഗത്തെ ഓർക്കുന്നു. മുല്ലമാഷെ സ്മരിച്ചുകൊണ്ട് മുല്ലമാഷ്ട തന്നെ ഒരു 2 വരി, ഏറെ ഇഷ്ടമുള്ള 2 വരി ചൊല്ലിക്കൊണ്ട് നിർത്തുകയാണ്. നാരായണത്ത് ഭ്രാന്തനിലെ തന്നെ സഖി എന്ന കവിതയിലെയാണ്. എല്ലാം മറക്കാം, നിലാവിൻ്റെ തോളത്തു കൈയിട്ടൊരൽപ്പം നടക്കാം. എല്ലാം മറക്കാം, നിലാവിൻ്റെ തോളത്തു കൈയിട്ടൊരൽപ്പം നടക്കാം. കറുപ്പും വെളുപ്പും കലർന്നൊരാ പക്ഷികൾ മരം കൊത്തിയുണ്ടാക്കി വച്ചോരു കൂട്ടിലേക്കന്തിയിൽ ചേക്കേറിടുന്ന പോൽ. കറുപ്പും
കറുപ്പും വെളുപ്പും കലർന്നൊരാ പക്ഷികൾ മരം കൊത്തിയുണ്ടാക്കി വച്ചൊരാ കൂട്ടിലേക്കന്തിയിൽ ചേക്കേറിടുന്ന പോൽ രാത്രിയുടെ കൂരിരുൾ കീറി മുറിച്ച് പതുക്കെ പതുക്കെ ചിരിച്ചു ചിരിച്ച് ഗദ്ഗദം ദൂരെ എറിഞ്ഞു കൈനീട്ടുക. അദ്ഭുതം, ജീവിതമെത്ര മനോഹരം. ഗദ്ഗദം ദൂരെ എറിഞ്ഞ് കൈനീട്ടുക. അദ്ഭുതം, ജീവിതമെത്ര മനോഹരം. അത്രമേൽ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തെ, മനുഷ്യരെ, ഈ പ്രകൃതിയെ കണ്ട കവിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് കുനിച്ചുകൊണ്ട് ഈ പുരസ്കാരത്തിന് എന്നെ അർഹനാക്കിയ പുരസ്കാര സമിതിയോട്, അല്ലെ പുരസ്കാര നിർണയം നടത്തിയവരോട്, മുലനേഴിയുടെ കുടുംബത്തിനോട്, ഈ പുരസ്കാരം തന്ന മധുസൂദൻ സാറിനോട്, ഇവിടെ എത്തിയ എല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.